നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വേരിയസ് ഇന്റലിജൻസ് തിയറീസ് ആണ്. സോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേഴ്സൺസ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ആണ്. സോ തേഴ്സൺസ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് പ്രപ്പോസ് ചെയ്തത് ലൂയിസ് എൽ തേഴ്സൺ ആണ്. ഹീസ് എൻ അമേരിക്കൻ സയന്റിസ്റ്റ്, അപ്പം അമേരിക്കൻ ഫിലോസഫർ. സോ ഹി പ്രപ്പോസ് ദിസ് തിയറി ഇൻ ദ ഇയർ 1938 ആൻഡ് അക്കോർഡിംഗ് ടു ഹിം നമ്മൾ പറയുന്നത് എന്താണ്, ഇന്റലിജൻസിന് 7 സംഘഘടകങ്ങൾ ഉണ്ട് എന്നാണ്. അതായത് 7 ഫാക്ടേഴ്സ് ഉണ്ട് ഇന്റലിജൻസിന് എന്നാണ് തേഴ്സൺ പ്രപ്പോസ് ചെയ്യുന്നത്. സോ മുന്നേ നമ്മൾ കണ്ടിരുന്നു ടു ഫാക്ടർ തിയറി പ്രപ്പോസ്ഡ് ബൈ സ്പിയർമാൻ. 2 ഫാക്ടർ തിയറിയിൽ പറയുന്നത് എന്തായിരുന്നു, 2 ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ്. ഒന്ന് ജനറൽ ഇന്റലിജൻസും ഒന്ന് സ്പെസിഫിക് ഇന്റലിജൻസും. അങ്ങനെയാണ് സ്പിയർമാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സ്പിയർമാന്റെ തിയറിയെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് തേഴ്സൺ ഒരു 7 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസിനെ പ്രപ്പോസ് ചെയ്യുന്നത്. സോ ഈ 7 ഫാക്ടർ ഓഫ് തിയറി ഇന്റലിജൻസ് പ്രപ്പോസ് ചെയ്യാനും യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് സെയിം ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഓഫ് ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു 7 ഫാക്ടർ തിയറി നമ്മുടെ തേഴ്സൺ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സോ 7 ഫാക്ടേഴ്സ് തേഴ്സൺ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. 1 വെർബൽ കോംപ്രിഹെൻഷൻ ആണ്, 2 വേർഡ് ഫ്ലുവൻസി, 3 ന്യൂമറിക്കൽ ഫാക്ടർ, 4 സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, 5 അസോസിയേറ്റീവ് മെമ്മറി, പെർസെപ്ച്വൽ ഫാക്ടർ ആൻഡ് റീസണിങ് എബിലിറ്റി. സോ ഇങ്ങനെ തേഴ്സന്റെ തിയറി അനുസരിച്ച് ഇങ്ങനെ 7 തരങ്ങളിലാണ് എന്ത് പറയുന്നത്, നമുക്ക് ഇന്റലിജൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഇന്റലിജൻസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ്. ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ് എത്രയുണ്ട്, 7. സോ സെവറൽ എന്നല്ല, 7 പ്രൈമറി ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ഇന്റലിജൻസ്. അപ്പൊ ഓരോ വ്യക്തിക്കും ഈ ഒരു 7 ഫാക്ടേഴ്സിൽ ഒരു ഇപ്പൊ വെർബൽ കോംപ്രിഹെൻഷൻ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വെർബൽ കോംപ്രിഹെൻഷൻ കാണും, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വേർഡ് ഫ്ലുവൻസി കാണും. സോ ഇതെന്താണ്, ചിലർക്ക് അത് കൂടാം, ചിലർക്ക് കുറയാം. ഓരോ ഫാക്ടറും കൂടിയും കുറഞ്ഞും ഇരിക്കാം ഓരോ ഇൻഡിവിജ്വലിലും. ഓക്കെ, സോ അങ്ങനെയാണ് തേഴ്സന്റെ 7 ഫാക്ടർ തിയറി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് പ്രപ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിലെ 7 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയുന്നത് വെർബൽ കോംപ്രിഹെൻഷൻ ആണ്. വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് വേർഡ്സ്. നമുക്ക് മനസ്സിലാക്കാനും വായിക്കാനും ഉള്ള കഴിവിനെയാണ് വെർബൽ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് പറയുന്നത് എന്താണ്, വേർഡ് ഫ്ലുവൻസി. വേർഡ് ഫ്ലുവൻസി എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്, ദ എബിലിറ്റി ടു തിങ്ക് ഓഫ് വേർഡ്സ് റാപ്പിഡ്ലി. അതായത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട വേർഡ്സ്, വാക്കുകൾ എത്ര പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും, അതായത് കറക്റ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യേണ്ട വേർഡ്സ് നമുക്ക് എത്ര പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്, വേർഡ് ഫ്ലുവൻസി എന്നതിൽ പറയുന്നത്. കൈൻഡ് ഓഫ് വൊക്കാബുലറി എന്ന് പറയാം നമുക്ക്, അല്ലേ. അടുത്തത് പറയുന്നത് ന്യൂമറിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ നമ്പർ ഫെസിലിറ്റി ആണ്. നമ്പർ ഫെസിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, സംഖ്യാ ഘടകം എന്നാണ് ഇതിനെ പറയുന്നത്. സംഖ്യ എന്ന് പറയുന്നത് നമ്പർ ആണല്ലോ. സോ സംഖ്യാ ഘടകം എന്ന് പറയുന്നത് ദിസ് ഇസ് ദ എബിലിറ്റി ടു ക്വിക്ക്ലി ആൻഡ് ആക്യുറേറ്റ്ലി ക്യാരി ഔട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. അതായത് കണക്ക് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ കണക്കിലുള്ള കഴിവിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്, ന്യൂമറിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ നമ്പർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, ചില കുട്ടികൾക്ക് എന്താണ് ഈ കണക്കിൽ വളരെ ബ്രില്യൻ്റ് ആയിരിക്കും, എന്നാൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ലാംഗ്വേജസിലൊക്കെ ഇച്ചിരി പുറകോട്ടായിരിക്കും. സോ അങ്ങനെ അതൊരു പ്രത്യേക ഘടകം തന്നെയാണ് ഇന്റലിജൻസിന്റെ. ചില കുട്ടികൾക്ക് ഇത് കൂടുതൽ കാണും, ചിലർക്ക് എന്താകും ഈ നമ്പർ ഇന്റലിജൻസ് എന്തായി കുറഞ്ഞായിട്ട് വരാം, അല്ലേ. അതാ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, അതായത് ദർശക ഘടകം എന്നാണ് ഇതിനെ പറയുന്നത്. ദർശക ഘടകം എന്ന് പറയുന്നത് എന്താണ്, വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ്. ദ എബിലിറ്റി ടു mentally manipulate objects, visualize them in different orientation and spaces. നമുക്ക് മനസ്സിനെ കൊണ്ട് കാണാനുള്ള കഴിവ്, മനസ്സുകൊണ്ട് കാണാനുള്ള കഴിവിനെയാണ് ഈ സ്പേഷ്യൽ വിഷ്വലൈസേഷൻ പറയുന്നത്. അതായത് ആ ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഓറിയന്റേഷനിൽ ആ ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിൽ അത് കാണാം. അത് തിരിഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ മേളിൽ നിന്ന് നോക്കിയാൽ ഇതിങ്ങനെ ആയിരിക്കും കാണുന്നത് എന്ന് കാണാനുള്ളൊരു കഴിവ്, അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിഷ്വലൈസേഷൻ എബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്സിലൊക്കെ എന്താണ്, നമുക്ക് ആ മനസ്സുകൊണ്ട് ഇതെങ്ങനെ വരും എന്ന് കാണാനുള്ളൊരു കഴിവിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണ് എന്ത്, ആർക്കിടെക്ചറും എഞ്ചിനീയറിംഗും എല്ലാം. ഓക്കെ, സോ അതാണ് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ.
അടുത്ത് പറയുന്നത് എന്താണ്? അസോസിയേറ്റീവ് മെമ്മറി. അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ എബിലിറ്റി ടു മെമ്മറൈസ് ആൻഡ് റീകോൾ അസോസിയേഷൻസ് ബിറ്റ്വീൻ ഐറ്റംസ് ഓർ ഇവന്റ്സ്. സോ ഇതെന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടിട്ടും കേട്ടിട്ടും നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുമുള്ള കാര്യങ്ങൾ ആവശ്യാനുസരണം നമുക്ക് അതിനെ റിലേറ്റ് ചെയ്ത് അത് തിരിച്ചു കൊണ്ടുവരാൻ, റീകോൾ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. ചിലരുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഭയങ്കര ഓർമ്മശക്തിയാണ് അല്ലേ? അതായത് പഴയ കാര്യങ്ങൾ, ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിപ്പം ഫാക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കുന്നതാണെങ്കിലും അതെല്ലാം എന്താണ്, കറക്റ്റ് ആയിട്ട് ഓർത്തെടുക്കാനുള്ള ഒരു കഴിവ് ആ ഒരു സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അല്ലേ? വെറുതെ അല്ല, ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഓർത്തെടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്? പെർസെപ്ച്വൽ സ്പീഡ്. പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു ഗ്രാസ്പ് വിഷ്വൽ ഡീറ്റെയിൽസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ പിക്ചേർഡ് ഒബ്ജക്ട്സ്. അതായത് നമുക്ക് എത്ര പെട്ടെന്ന് പെർസീവ് ചെയ്യാം, ഒരു കാര്യം നമുക്ക് പെർസീവ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ഇപ്പം നമ്മൾ പെട്ടെന്ന് കണ്ടു, അപ്പൊ കണ്ടു കഴിയുമ്പം ഇതും അതുമായിട്ട് എന്തായിരുന്നു വ്യത്യാസം, എന്തായിരുന്നു, എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് എന്താ ഡിഫറൻസ് എന്താണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു കാര്യത്തെ അനലൈസ് ചെയ്യാൻ കഴിയുന്ന, പെട്ടെന്ന് അനലൈസ് ചെയ്യുന്ന ആ കഴിവിനെയാണ് നമ്മൾ പെർസെപ്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് പറയുന്നതാണ് റീസണിങ് എബിലിറ്റി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ്. So reasoning ability എന്താണ്? The ability to identify patterns and relationships among items and to draw inferences based on those patterns. അല്ലേ? അതായത് നമുക്ക് റീസൺ ചെയ്യാൻ, ലോജിക്കലി ആലോചിക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ റീസണിങ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താ പറയാ, ചില കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യാനും ചിലത് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു റീസണിങ് പവർ ആണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. സോ ഇതാണ് എന്ത് പറഞ്ഞത്, നമ്മുടെ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയിൽ പറയുന്ന 7 ഫാക്ടേഴ്സ്.